ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്കറിയാത്ത പ്രണയത്തിന്റെ കുറച്ച് രഹസ്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രണയിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങൾക്കും കാണാം കേട്ടോ, പ്രണയം ഇല്ലാത്ത സിംഗിൾസിനും കാണാം. അപ്പം നമുക്ക് ആദ്യത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഒരിക്കൽ ഒരാളോട് ഒരാൾക്ക് പ്രണയം തോന്നിയാൽ പിന്നെ അയാളെ ഫ്രണ്ടായിട്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളോട് പ്രണയം തോന്നുകയാണ്, പിന്നെ ആ ഒരു വ്യക്തിനെ നിങ്ങൾക്ക് ഫ്രണ്ടായിട്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ കുട്ടിയുടെ കൈ മുറുക്കെ പിടിച്ചാൽ, അതിപ്പം ഗേൾസ് ആണെങ്കിൽ ബോയ്സിൻ്റെയും ബോയ്സ് ആണെങ്കിൽ ഗേൾസിൻ്റെയും അങ്ങനെ മുറുക്കെ പിടിച്ചാൽ മാനസിക പിരിമുറുക്കം കുറയും എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുടെ മെസ്സേജ് വന്നു കഴിയുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു ശബ്ദം, നമ്മൾ ആ മെസ്സേജ് വായിക്കുമ്പോൾ അവരുടെ ആ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു കെട്ടിപ്പിടുത്തം, അതായത് നിങ്ങൾ ഒരാളെ സ്നേഹത്തിൽ ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ്, ആ കെട്ടിപ്പിടുത്തം ഒരു 20 സെക്കൻഡ് കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളും അവരുമായിട്ട് നല്ല വിശ്വാസമുള്ളവരാകും എന്നാണ് പറയുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഡെയിലി സംസാരിക്കുന്ന 2 പേരുടെ ബന്ധം വളരെ സുന്ദരമായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ഒരാളുടെ റിലേഷൻഷിപ്പും അതേപോലെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ലൈഫിൽ ഫുൾ ടൈം ഹാപ്പി ആയിരുന്നു, അങ്ങനെയുള്ള നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ചെന്നാലും ആ റിലേഷൻഷിപ്പും അതേപോലെ തന്നെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന 2 പേർക്ക് 2 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം, റിലേഷൻഷിപ്പ് ആവുമ്പോഴത്തേക്ക് അതിൽ അടിയും വഴക്കും ഒക്കെ പതിവാണ്. എന്നാൽ ആ ഒരു വഴക്കും അടിയും കാര്യങ്ങളൊക്കെ 2 ദിവസത്തിൽ കൂടുതൽ നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളും അവരുമായിട്ട് വലിയ സ്നേഹത്തിലൊന്നും അല്ല എന്നാണ്. എന്നാൽ 2 ദിവസത്തിൽ കൂടുതലൊന്നും നിങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കാൻ പറ്റില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എത്ര വഴക്കുണ്ടാക്കിയാലും നിങ്ങളുടെ മനസ്സിൽ അതേപോലെ ആദ്യമേ നിങ്ങൾ സ്നേഹിച്ചത് എങ്ങനെയാണോ ആ സ്നേഹം ഇപ്പോഴും ഉണ്ട് എന്നതാണ്. ഇനി എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്നേഹിക്കുന്ന 2 ആളുകൾ പരസ്പരം കാണുമ്പോൾ അവരുടെ സങ്കടങ്ങൾ പകുതിയായിട്ട് കുറയും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ നല്ല സങ്കടത്തിലായിരുന്നു, നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള നിങ്ങളുടെ പാർട്ട്ണറും സങ്കടത്തിലായിരുന്നു, എങ്കിലോ നിങ്ങൾ 2 പേരും കൂടി പരസ്പരം കണ്ടെന്ന് സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു വിഷമം അതിൻ്റെ പകുതിയായിട്ട് കുറയും എന്നാണ് പറയുന്നത്. ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇനി റിലേഷൻഷിപ്പ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളിതൊക്കെ കേട്ട് വെച്ചോ, ഭാവിയിലേക്ക് ചിലപ്പോൾ ആവശ്യമൊക്കെ വന്നേക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.